ഫെയറാണ്, ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. നല്ല ഗെയിമായിരുന്നു, സന്തോഷമുണ്ട്. ആരെയും വെറുപ്പിക്കാണ്ട് ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ജിഷൻ ഇറങ്ങിയത്. ജിഷാനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജൊക്കെ കുറേ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം. ഒരു മാസം കറക്റ്റ് 30 ദിവസം അവിടെ നിന്നു. ആ 30 ദിവസം കൊണ്ട് നല്ല പേരോട് കൂടി പുറത്തേക്ക് ഇറങ്ങിയല്ലോ, സന്തോഷം. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്. ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ. ബിഗ് ബോസ് സിനിമയിൽ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ എവിക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ആശയക്കുഴപ്പത്തിലായി കാണും ഇന്നലത്തെ ഒരു എവിക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അഭിലാഷിന്റെ കാര്യത്തില്. പുള്ളിയെക്കാട്ടിലും വീക്കായിട്ടുള്ളവര് അവിടെ ഉണ്ട് ആക്ച്വലി. പക്ഷെ പ്രേക്ഷകരുടെ വോട്ടാണ്, അത് ഏത് രീതിയിലാണോ, അതിൽ കളങ്കമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം നമുക്കറിയാം, ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളും അതിനകത്ത് നിൽക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിന് അപ്പുറം അവരുടെ ടാലന്റ് കൊണ്ട് അതിൽ നിൽക്കുന്നു എന്ന് 100% പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല വാർത്തകളും കാണുമ്പോൾ മനസ്സിലാവുന്നത്. അന്നേരം അതായത് പി ആർ വർക്ക് എന്നൊരു കാരണം അതിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷെ ജിഷിന്റെ ഈ ഒരു എവിക്ഷന് ശേഷം അവരുടെ ആ ഒരു പ്രതികരണം, ഈ ഒരു പ്രതികരണം കേട്ടതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ ആശയക്കുഴപ്പം തോന്നുന്നതായിട്ടുണ്ട്. എന്നാലും അതിനപ്പുറം മറ്റു സത്യങ്ങളും ഉണ്ടായിരിക്കാം. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമ്മൾ അഭിലാഷിന്റെ എവിക്ഷൻ നടന്ന സമയത്ത് അക്ബർ ഷോയിലുള്ളിൽ തന്നെ നിന്ന് ലാലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഒന്നടങ്കം ഞെട്ടിപ്പോയാരോ എവിക്ഷൻ കണ്ടപ്പോൾ. പ്രത്യേകിച്ച് ജിഷിന്റെ കാര്യത്തിലും ഈ ഒരു ജിഷിന്റെ എവിക്ഷന് ശേഷം പുറത്തു വന്നതിന് ശേഷം പുള്ളി പ്രത്യേകിച്ച് അനുമോളുടെ പി ആർ വർക്കിനെ കുറിച്ചും, അനുമോൾക്ക് പി ആർ വർക്ക് കൊണ്ടാണ് ബിഗ് ബോസില് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവിടുത്തെ വീക്കായിട്ടുള്ള ആൾക്കാർ വരെയും പി ആർ വർക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ പി ആർ വർക്ക് ഉള്ളത് കൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ. ആരെ കുറിച്ചിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല, ഇത്ര എനിക്ക് പറയാനുള്ളത്. അൺഫെയർ ആണ്, ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. ആരും ജിഷാനും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല, എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല. ഞെട്ടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു. പി ആർ ടീംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്, എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ. പി ആർ ഇല്ലാത്തതാണ് ജിഷിന് വന്ന എവിക്ഷന് സംഭവിച്ചൊരു വലിയ കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ വൈഫ് പറയുന്ന ഒരു കാര്യം. ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ, ഞാൻ ബിഗ് ബോസ് കണ്ടിന്യൂലി കാണുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി വോട്ട് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അന്നേരം നമ്മള് പി ആർ വർക്ക് ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിന്ന് പോകാനായിട്ട് പറ്റും. അപ്പൊ ജെന്യുവിനായിട്ട് വോട്ട് കൊടുക്കുന്ന പ്രേക്ഷകരോ എന്നുള്ള കാര്യമോ. പി ആർ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബിഗ് ബോസിലേക്ക് പോകാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറെ പി ആർ വർക്കിനെ കാശുണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ പോവാന്നാണോ? ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ തന്നെ ആക്ച്വലി അത് നെഗറ്റീവിലൂടെ അങ്ങനെ ഷോ പോലും പിന്നെ ആവശ്യമില്ലെന്നാണ് ആക്ച്വലി തോന്നുന്നത്. നമ്മൾ സാധാരണക്കാരായ പ്രേക്ഷകർ ഈ ഒരു ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യുവിനായിട്ട് കളിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് പ്രേക്ഷകന് ഒരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അവരെ വോട്ട് കൊടുക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അപ്പുറം പി ആർ വർക്ക് ഉള്ളത് കൊണ്ട്, പി ആർ വർക്ക് ഇല്ലാത്തത് കൊണ്ട് ജിഷൻ എവിക്ഷനായി വരേണ്ടി വരുന്നു. പക്ഷെ ഇതിനകത്ത് ലാസ്റ്റ് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഉറപ്പായിട്ടും കപ്പുമായിട്ട് വരേണ്ട ആളായിരുന്നു ജിഷൻ ചേട്ടൻ. പക്ഷെ ജിഷൻ ചേട്ടന് പറ്റിയില്ല എന്നുള്ള കാര്യം. പി ആർ വർക്ക് ഇല്ലാത്തത് കൊണ്ട് കപ്പില്ലാതെ വരേണ്ടി വന്നു. ഈ ഒരു കമന്റ് ബോക്സ് തന്നെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിന് ഇനി അനുമോളുടെ പി ആർ വർക്ക്, അല്ലെങ്കിൽ പി ആർ വർക്ക് ചെയ്യുന്നവരാണോ ഇവിടെ ഒന്ന് കമന്റ് ഇട്ടേക്കുന്നത് എനിക്ക് അറിയത്തില്ല. അനുമോളെ ഭയങ്കര അധികം പോസിറ്റീവായിട്ട് അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ്, അനുമോളെ പണ്ട് തൊട്ടേ ഇഷ്ടം, അതുകൊണ്ട് ഒരു ദിവസം എന്തോ എപ്പോ ഇതിൽ വന്നാലും, നോമിനേഷൻ വന്നാലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ഇട്ടേക്കുന്നു. അതാണ്, നമ്മൾക്കിപ്പോ ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാലും പി ആർ വർക്ക് ഉള്ളത് കൊണ്ട് മാത്രം, പി ആർ വർക്ക് എന്നൊരു കാര്യം നമുക്ക് അതിനപ്പുറം ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ബിഗ് ബോസിൽ വിന്നറായ ജിൻഡോ ബ്രോക്ക് പി ആർ വർക്ക് ഉണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ട്. ജിൻഡോ ബ്രോ അത് പുറകോട്ട് പറയുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവ പറയാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ അതുകൊണ്ട് മാത്രം ഒരാൾ ജയിക്കുമെങ്കിൽ, ബിഗ് ബോസ് എന്നൊരു ഷോ എന്ന് പറയുന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു അർത്ഥവും ഇല്ല. കാരണം കുറെ കാശ് മുടക്കി പി ആർ വർക്കിനെ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ ഡിസർവിങ് അല്ലാത്ത ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഇനി അറിയില്ല ഇവര് അതുകൊണ്ട് പി ആർ വർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഡിസർവിങ് അല്ലാത്ത ആൾക്കാർ അവിടെ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ള കാര്യത്തിൽ മേ ബി എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തു നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ, നോർമൽ സപ്പോർട്ട്. അത് പോരാ, മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട്, അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. ഡെഫിനറ്റ്ലി.
അറിയില്ല ഇത്തരം PR കാര്യങ്ങളെ കുറിച്ചിട്ട്. എനിക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് അത്ര വലിയ സ്റ്റഡി ഒന്നും ചെയ്തില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയൊന്നും പറയാനില്ല. ഓക്കെ, അതൊക്കെ പറയാമല്ലോ. അതിനല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവര് കമ്പയർ ചെയ്യുന്നത് അനുമോളുമായിട്ടാണ്. അനുമോളുടെ PR വർക്ക് കാരണം ജിഷിന് പുറത്തേക്ക് വരേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജിഷിന് ഇറങ്ങേണ്ടി, അല്ലെങ്കിൽ അതുകൊണ്ട് ജിഷിന് ഇറങ്ങേണ്ടി വന്നു. അനുമോളുടെ PR വർക്ക് ശക്തമായിട്ട് പുറത്തുള്ളത് കൊണ്ട് ജിഷിനെ ഇറക്കിയതാണ്. കാരണം അനുമോളും ജിഷിനും തമ്മിൽ നല്ല രീതിയിൽ അവിടെ, അനുമോള് ജിഷിനുമായിട്ടെന്നല്ല ഒരുപാട് ആൾക്കാരുമായിട്ട് അവിടെ ഉള്ള, എനിക്ക് തോന്നുന്നു കുറച്ചു പേരുമായിട്ട് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ്. ബാക്കി എല്ലാവരുമായിട്ടും എല്ലാ കാര്യത്തിനും അനുമോള് പറയേണ്ട കാര്യങ്ങൾ സംസാരിച്ച് തന്നെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പിസോഡ് കണ്ടിന്യൂലി കാണുന്നവർക്ക് അറിയാം, ഒരു മീറ്റ്, അതായത് നോൺ വെജും വെജും, ഇയാള് ജിഷൻ എന്ന് പറഞ്ഞ വ്യക്തി വെജ് മാത്രമേ അവിടെ കഴിക്കത്തുള്ളൂ. അന്നേരം നോൺ വെജിനൊപ്പം ജിഷൻ ഉണ്ടാക്കുന്ന വെജ് അവൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരെ കഴിക്കാതെ മിണ്ടാതിരുന്ന് അടി ഉണ്ടാക്കി അനുമോളുമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായ ഇതൊക്കെ നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം പല കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഇപ്പം ജിഷിന് വേണ്ടിയിട്ട് അവിടെ നോൺ വെജ് ഉണ്ടാക്കാതിരിക്കാൻ അതൊന്നും അവിടെ നടക്കരുത്, അല്ലെങ്കിൽ ഉണ്ടാക്കാതിരുന്നുകൊണ്ട് ജിഷിന് നോൺ വെജ് ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ നോൺ വെജ് എടുത്ത കൈകൊണ്ട് എന്തോ വെജ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു വളരെ അരോചകമായിട്ട് തോന്നി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. പിന്നെ 100% അങ്ങനെ കപ്പടിക്കാൻ ഡിസർവിംഗ് ആണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതിനെക്കാട്ടി ഡിസർവിംഗ് ആയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അഭിലാഷിന്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനീഷൊക്കെ പിന്നെയും അയാളെക്കാട്ടി കളിക്കുന്നുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആക്ച്വലി. പിന്നെ എന്താണ്, അനീഷ്, അക്ബർ, പുള്ളിയെക്കാളും ഡിസർവിംഗ് ആയിട്ട് ആൾക്കാർ അതിനകത്തുണ്ട് ഉറപ്പായിട്ടും. പിന്നെ പുള്ളി കപ്പടിക്കാൻ കാരണം, കപ്പടിക്കാതെ പോയത് PR വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ പറയുമ്പോൾ, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയെ തന്നെ അതിൽ സാധാരണക്കാരൻ വിശ്വസിക്കുന്നത് ആ ഒരു വിശ്വാസത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നുണ്ട്. PR വർക്ക് ഉണ്ടായിരിക്കാം കാശുള്ളവന്, അല്ലെങ്കിൽ സത്യം പറഞ്ഞ അനുമോളെ പോലെ തന്നെ അതിനെക്കാട്ടി ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു ജിഷൻ എന്ന് പറഞ്ഞ. അനുമോളുടെ ഒരു ഇത് വെച്ചിട്ട് ജിഷിനെ കമ്പയർ ചെയ്യുന്നത് തന്നെ അവര് എന്താണ്, എന്നാ പിന്നെ ഇവർക്കും PR വർക്ക് ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞ് പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് അല്ലെ. PR വർക്ക് കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് PR വർക്ക് ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾ മാത്രം എന്തിനാ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നേന്ന് വളരെ അരോചകമായിട്ട് തോന്നി ആക്ച്വലി ഇവർ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കേട്ടിട്ട്.